കേരളത്തിന്റെ ഭരണ സംവിധാനത്തിലും ഭൂമിശാസ്ത്രപരമായ ഘടനയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന തരത്തിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സംസ്ഥാനത്ത് വളരെ സജീവമായി മാറുകയാണ്. നിലവിലുള്ള 14 ജില്ലകൾ എന്ന പതിവ് ശൈലി പൂർണ്ണമായും മാറ്റിക്കൊണ്ട് കേരളത്തിൽ പുതിയതായി 4 ജില്ലകൾ കൂടി രൂപീകരിച്ച് ആകെ ജില്ലകളുടെ എണ്ണം 18ലേക്ക് എത്തിക്കാനുള്ള അണിയറ നീക്കങ്ങൾ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയ ജില്ലകളെ വിഭജിച്ച് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനായി സർക്കാർ ഇപ്പോൾ ബജറ്റിലൊരു പഠന കമ്മീഷനെ പ്രഖ്യാപിച്ചതോടെയാണ് ഈ ചർച്ചകൾ വലിയ രീതിയിൽ ജനശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങുന്നത്. പുതിയ സെൻസസ് വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുന്നതോടെ ജനസംഖ്യാ പ്രാതിനിധ്യവും ഭരണപരമായ കാര്യക്ഷമതയും മുൻനിർത്തി വിപ്ലവകരമായ ഈ വിഭജനത്തിലേക്ക് സർക്കാർ ഔദ്യോഗികമായി കടക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇത്തരം പുനഃസംഘടനകൾ നടന്നിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ 4 പതിറ്റാണ്ടായി, അതായത് കൃത്യമായി പറഞ്ഞാൽ 40 വർഷത്തിലേറെയായി പുതിയ ജില്ലകളൊന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ചർച്ചകളെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത്. അവസാനമായി 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൻ്റെ ഭൂപടത്തിൽ ജില്ലാതലത്തിൽ തന്നെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അതുപോലെ തന്നെ ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് അവസാനമായി പുതിയ താലൂക്കുകൾ നിലവിൽ വന്നത്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭരണപരമായ സൗകര്യങ്ങളും വികസന വികേന്ദ്രീകരണവും മുൻനിർത്തിക്കൊണ്ട് ജില്ലകൾ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം കാലങ്ങളായി വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നും രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും വരെ ശക്തമായി ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമായും മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി അതിർത്തി മേഖലകൾ, പാലക്കാട്, കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയ ജില്ലകൾക്കായുള്ള മാസ്റ്റർ പ്ലാനുകൾ അണിയറയിൽ സജീവമാകുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മലപ്പുറം ജില്ല വിഭജിക്കണമെന്നത് ദശാബ്ദങ്ങളായുള്ള ഒരു പ്രധാന ആവശ്യമാണ്. മലപ്പുറം ജില്ലയിലെ വലിയ ജനസംഖ്യാ വിസ്തൃതിയും അതുപോലെ തന്നെ അവിടുത്തെ ജനസംഖ്യയും അതുപോലത്തെ വിസ്തൃതിയും കാരണം സാധാരണക്കാർക്ക് ഭരണപരമായ ആവശ്യങ്ങൾക്കായി ജില്ലാ ആസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി എല്ലാ മേഖലകളിലും എത്തിക്കുന്നതിനും ഇത് തടസ്സമാകുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം മലപ്പുറം ജില്ലയെ വിഭജിച്ച് 2 പുതിയ ജില്ലകൾ രൂപീകരിക്കാനാണ് പ്രധാനമായി ആവശ്യമുയരുന്നത്. ഇതിൽ തിരൂര്, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ചേർത്തുകൊണ്ട് തീരദേശ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന തിരൂർ ജില്ലയും ബാക്കി ഭാഗങ്ങൾ ചേർത്ത് മഞ്ചേരി ആസ്ഥാനമായുള്ള ജില്ലയുമാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ വിഭജനം യാഥാർത്ഥ്യമാകുന്നതോടെ മലബാർ മേഖലയിലെ വികസന മുരടിപ്പ് മാറുമെന്നും ഭരണപരമായ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാകുമെന്നാണ് അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. മലപ്പുറം വലിയൊരു ജില്ലയായതുകൊണ്ട് തന്നെ വികസന ഫണ്ടുകൾ തുല്യമായി വീതിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപം കാലങ്ങളായി ഉണ്ടാകുന്നുണ്ട്. പുതിയ 2 ജില്ലകൾ കൂടി വരുന്നതോടെ കൂടുതൽ ഫണ്ടുകൾ ഈ മേഖലയിലേക്ക് ഒഴുക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. മലബാറിലെ ഈ ആവശ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ തെക്കൻ കേരളത്തിലും വലിയ രീതിയിലുള്ള അഴിച്ചുപണിക്കായുള്ള ആവശ്യങ്ങൾ ശക്തമാണ്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തിൻ്റെ അതിരുകൾ പുനഃക്രമീകരിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന്മേൽ ബജറ്റിൽ പ്രഖ്യാപിച്ച കമ്മീഷൻ അനുകൂല നിലപാട്, അവിടെ ആ കമ്മീഷൻ തന്നെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിലെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട, നെയ്യാറ്റിൻകര താലൂക്കുകൾ ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ഉയർന്നു വന്നിട്ടുള്ള പ്രധാന ആവശ്യം. ഇത് കാലങ്ങളായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരുന്നുമുണ്ട്. വിസ്തൃതിയും ജനസാന്ദ്രതയും ഏറെയുള്ള തിരുവനന്തപുരം ജില്ലയുടെ ഗ്രാമീണ മലയോര മേഖലകളുടെ സമഗ്രമായ വികസനത്തിന് ഈ പുതിയ ജില്ല നിർണായകമായി പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ നഗര കേന്ദ്രീകൃതമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാട്ടാക്കട, നെയ്യാറ്റിൻകര തുടങ്ങിയ മലയോര ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഇത് സഹായിക്കുകയും ചെയ്യും. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യത്തിനോ മറ്റ് ഭരണപരമായ ആവശ്യങ്ങൾക്കോ നഗരത്തിലെ സിവിൽ സ്റ്റേഷനിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നത് ഒഴിവാക്കാൻ പുതിയ ജില്ലാ രൂപീകരണത്തിന് സാധിക്കുകയും ചെയ്യും. വടക്കും തെക്കും മാത്രമല്ല മധ്യ കേരളത്തിലും 4 പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്യപ്പെട്ട ഒരു പദ്ധതി വീണ്ടും സജീവമായ ഫയലുകളിൽ നിന്നും ജീവൻ വയ്ക്കുകയാണ്. മുൻ മന്ത്രി കെ കരുണാകരൻ്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട മൂവാറ്റുപുഴ ജില്ല എന്ന സ്വപ്ന പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം, തൊടുപുഴ നിയോജക മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം അതുപോലെ തന്നെ പിറവം മണ്ഡലങ്ങളും പെരുമ്പാവൂരിൻ്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തി പുതിയ ജില്ല വേണമെന്ന നിവേദനം സർക്കാരിന് മുന്നിലുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് തങ്ങളുടെ ഭരണപരമായ ആവശ്യങ്ങൾക്കായി കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മലയോര മേഖലയായ പൈനാവിലേക്കോ ഉള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ മൂവാറ്റുപുഴ ജില്ല വരുന്നതോടെ സാധിക്കുകയും ചെയ്യും. ഈ പ്രദേശങ്ങളിലെ
ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക വികസനത്തിനും ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വരുന്നത് മധ്യകേരളത്തിലെ വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് വലിയൊരു ഉത്തേജനമാവുകയും ചെയ്യും. ഇതിനു പുറമെ വിസ്തൃതിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ല വിഭജിച്ച് ഷൊർണൂർ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള യാത്രാ സൗകര്യങ്ങളുള്ള ഷൊർണൂർ കേന്ദ്രമാക്കി ജില്ല വരുന്നത് ഈ മേഖലയുടെ വികസനത്തിന് വലിയ ആക്കം കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ മലബാറിലെ മറ്റൊരു പ്രധാന ആവശ്യമായ കോഴിക്കോട് ജില്ലയിലെ വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര ഭാഗങ്ങൾ ചേർത്തുള്ള പുതിയ ജില്ലയുടെ ആവശ്യവും കമ്മീഷന്റെ പരിഗണനാ പരിധിയിൽ വരുന്നുമുണ്ട്. കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏറെ ദൂരമുള്ള ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഒരു പുതിയ ജില്ലാ ആസ്ഥാനം വരുന്നത് വലിയ ആശ്വാസമായിരിക്കും. ഈ മലയോര തീരദേശ മേഖലകളുടെ വികസനം വേഗത്തിലാക്കാൻ പുതിയ ജില്ല സഹായിക്കുമെന്നാണ് ജനങ്ങളും കരുതുന്നത്. എന്നാൽ ഇത്തരം ജില്ലാ വിഭജനങ്ങൾ കേവലം ഭരണപരമായ സൗകര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ളതല്ല. അതിന് പിന്നിൽ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അടിയൊഴുക്കുകളും ഉണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. മലപ്പുറം ജില്ലയുടെ വിഭജനത്തിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ശക്തമായ പിന്തുണയുള്ളപ്പോൾ തന്നെ പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് നിലവിലുള്ള വോട്ട് ബാങ്ക് സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ചില രാഷ്ട്രീയ മുന്നണികൾക്കുണ്ടാകുന്നുണ്ട്. പുതിയ ജില്ലകളുടെ അതിർത്തികൾ നിർണ്ണയിക്കപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ സ്വാധീനിക്കുമോ എന്നുള്ള ഭയം പല പ്രമുഖ കക്ഷികൾക്കും ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും ഭരണ സൗകര്യം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക, അതുപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണം ശക്തിപ്പെടുത്തുക, പ്രാദേശിക വികസനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ബജറ്റിൽ തത്വത്തിൽ ഒരു പഠന കമ്മീഷനെ പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായത്. പുതിയ ജില്ലകൾക്കൊപ്പം തന്നെ തദ്ദേശീയമായി ഉയർന്നു വന്നിട്ടുള്ള പുതിയ താലൂക്കുകൾക്കായിട്ടുള്ള പ്രാദേശിക ആവശ്യങ്ങളും കമ്മീഷൻ വിശദമായി പരിശോധിക്കും. കമ്മീഷൻ എല്ലാ വശങ്ങളും പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്ര ഭൂപടത്തിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്കാകും സംസ്ഥാനം സാക്ഷ്യം വഹിക്കുക. അതേസമയം പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചും വലിയ രീതിയിലുള്ള ആശങ്കകൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഓരോ പുതിയ ജില്ല രൂപീകരിക്കുമ്പോഴും അതിനായി പുതിയ കളക്ടറേറ്റുകൾ, ജില്ലാ പോലീസ് ആസ്ഥാനങ്ങൾ, വിവിധ വകുപ്പുകളുടെ ജില്ലാ ഓഫീസുകൾ എന്നിവ നിർമ്മിക്കേണ്ടതുണ്ട്. ഇതിനായി കോടിക്കണക്കിന് രൂപയുടെ മൂലധന നിക്ഷേപം ആവശ്യമായി വരികയും ചെയ്യും. കൂടാതെ പുതിയ ഉദ്യോഗസ്ഥ തസ്തികകൾ സൃഷ്ടിക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തിൻ്റെ ശമ്പള ഇനത്തിലുള്ള ചെലവുകൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സംസ്ഥാനം നിലവിൽ കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഈ ഭാരിച്ച ചെലവുകൾ എങ്ങനെ താങ്ങാൻ സാധിക്കും എന്ന ചോദ്യമാണ് സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നത്. എന്നാൽ വികസനം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയും നികുതി വരുമാനവും ഈ ചെലവുകളെ മറികടക്കാൻ സഹായിക്കുമെന്നാണ് വിഭജനത്തെ അനുകൂലിക്കുന്നവരുടെയും വാദം. ജില്ലാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിലും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് രൂപപ്പെടുന്നത്. തങ്ങളുടെ പ്രദേശം പുതിയ ജില്ലാ ആസ്ഥാനമായി മാറുന്നത് ഭൂമിയുടെ വില വർദ്ധിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനും കാരണമാകുമെന്നതിനാൽ പ്രാദേശിക വ്യാപാരികളും ജനങ്ങളും വലിയ ആവേശത്തിലാണ്. എന്നാൽ ചില അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പുതിയ ജില്ല വരുന്നതോടെ നിലവിലെ ജില്ലാ ആസ്ഥാനത്തേക്കാൾ ദൂരത്തേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുമ്പോൾ എറണാകുളത്തോട് ചേർന്ന് നിൽക്കുന്ന ചില പ്രദേശങ്ങൾ പുതിയ ജില്ലയിലേക്ക് മാറ്റപ്പെടുന്നത് തങ്ങളുടെ യാത്രാ സൗകര്യങ്ങളെ ബാധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. ഇത്തരം തർക്കങ്ങളും ആശങ്കകളും പരിഹരിക്കുക എന്നത് പഠന കമ്മീഷന് മുന്നിലുള്ള വലിയ വെല്ലുവിളി കൂടിയാണ്. ബജറ്റിൽ കമ്മീഷനെ പ്രഖ്യാപിച്ചത് മുതൽ വിവിധ ജനപ്രതിനിധികളും സംഘടനകളും തങ്ങളുടെ പ്രദേശങ്ങളെ പുതിയ ജില്ലകളിൽ ഉൾപ്പെടുത്തണമോ അല്ലെങ്കിൽ പുതിയ താലൂക്കുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനങ്ങളുടെ പ്രവാഹമാണ് സർക്കാരിലേക്ക് ഒഴുകുന്നത്. ജനസാന്ദ്രതയേറിയ വില്ലേജുകൾ വിഭജിച്ച് പുതിയ വില്ലേജുകൾ രൂപീകരിക്കണമെന്ന ആവശ്യവും ഇതിനോടൊപ്പം ഉയർന്നു വരുന്നുമുണ്ട്. ഭരണ സംവിധാനം പൂർണ്ണമായും ജനങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്ന ഈ കാലഘട്ടത്തിലും ഭൗതികമായ ഓഫീസുകളുടെ സാമീപ്യം ജനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമാണെന്നും അല്ലെങ്കിൽ പ്രധാനമാണെന്നാണ് ഈ ആവശ്യങ്ങൾ കാണിക്കുന്നത്. ഓൺലൈൻ സേവനങ്ങൾ വ്യാപകമായെങ്കിലും വലിയ തീരുമാനങ്ങൾ, വികസന പ്രോജക്റ്റുകൾക്കും ജില്ലാതല ഓഫീസുകളുടെ പങ്ക് നിർണായകമാണ്. സർക്കാർ പ്രഖ്യാപിച്ച പഠന കമ്മീഷൻ കേവലം ജനസംഖ്യ മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, യാത്രാ സൗകര്യങ്ങൾ, ഭാവി വികസന സാധ്യതകൾ എന്നിവയെല്ലാം കണക്കിലെടുത്തായിരിക്കും അന്തിമമായ റിപ്പോർട്ട് തയ്യാറാക്കുക. വരും മാസങ്ങളിൽ കമ്മീഷൻ ആസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി പൊതുജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും നേരിട്ട് അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെല്ലാം അപ്പുറം ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കമ്മീഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വരുന്നതോടെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണപരിഷ്കാരങ്ങൾക്കാണ് വഴി തുറക്കുക. ചുരുക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളും രാഷ്ട്രീയ തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിലും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും പ്രാദേശികമായ വികസന ആവശ്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിനും ഈ പുനഃസംഘടന അനിവാര്യമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 14 ജില്ലകളിൽ നിന്നും 18 ജില്ലകളിലേക്കുള്ള കേരളത്തിൻ്റെ ഈ പ്രയാണം കേവലം അതിരുകൾ മാറ്റിവരയ്ക്കാൻ മാത്രമല്ല, മറിച്ച് വരും തലമുറയ്ക്കുള്ള പുതിയ വികസന മാതൃകയുടെ തുടക്കം കൂടിയായിരിക്കും.
ഈ നീക്കങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് വരും ദിവസങ്ങളിൽ കമ്മീഷൻ നടപടികളിൽ നിന്നും സർക്കാരിൻ്റെ ശക്തമായ തീരുമാനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യങ്ങൾക്ക് ഈ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരള ജനത ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.